ഇനി നമുക്കൊരു ഡേറ്റ്സ് പിക്കിൾ തയ്യാറാക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു പിക്കിൾ തയ്യാറാക്കാം. ഞാനിവിടെ 200 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് 2 ടേബിൾ സ്പൂൺ വീതം ഉണ്ടാവും. ആദ്യം നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അച്ചാറായതുകൊണ്ട് അല്പം എണ്ണ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ടത്. ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കാം. കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അല്പം കളറിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നേരത്തെ ചേർത്ത പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചമണം അങ്ങോട്ട് മാറില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഞാൻ ഉലുവ ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് കായത്തിന്റെ പൊടിയും പിന്നെ കടുക് പൊടിച്ചതുമാണ്. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അച്ചാറാവുമ്പോൾ അല്പം ഉപ്പ് കൂടുതൽ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കാം. ഇതിലെ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് അല്പം ഷുഗർ കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ ആണ് ചേർക്കുന്നത്. വിനാഗിരി ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർക്കാം. ഇപ്പോൾ വിനാഗിരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിന്റെ മസാലയൊക്കെ ഡേറ്റ്സിൽ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഡേറ്റ്സ് ഒന്ന് അല്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതല്പം മധുരമുള്ള ഡേറ്റ്സ് ആണ്, ചവർപ്പൊന്നുമില്ല. ആ പഴുക്കാറായ ഒരു പാകത്തിനുള്ള ഡേറ്റ്സ് ആണ്. ആ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായത്തിന്റെ പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർക്കാം. കടുക് ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിന് ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണ്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ആയിരുന്നു ചേർത്തിരുന്നത്. ആ വിനാഗിരി പാകമാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം കായപ്പൊടിയും അല്പം കടുകിന്റെ പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും.
തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം. പിന്നെ അച്ചാർ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയ കുപ്പികളിൽ മാത്രം സൂക്ഷിക്കുക. അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന സ്പൂണാണെങ്കിലും ഒട്ടും നനവില്ലാത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുനാൾ കേടാവാതെ ഇരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ഡേറ്റ്സ് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.